അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഔന്നത്യം ലഭിക്കണമെങ്കിൽ, ഭഗവാന്റെ അനുഭൂതി ലഭിക്കണമെങ്കിൽ ഗൗരവത്തോടു കൂടിയിട്ട് എല്ലാത്തിനെയും കാണേണ്ടിയിരിക്കുന്നു എന്നാണ്. അത്ര മതി. ആ ഒരു സമ്പ്രദായം ശരിയല്ല. എല്ലാം സ്നേഹത്തോടെ, ശ്രദ്ധയോടെ, ആത്മാർത്ഥത എന്നാണ് അതിന് പറയുക. ഏത് വിഷയത്തിലും അത് വേണം. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് വേറൊന്നും വേണ്ട, ഒരു ആചരണവും വേണ്ട. എല്ലാ മേഖലകളും, കാരണം ഭഗവാന്റെ ടച്ചില്ലാത്ത വല്ല മേഖലയുണ്ടാവും? ഇല്ല. ഏത് തൊഴിലായിക്കോട്ടെ, ഏത് സമ്പ്രദായം ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു സ്നേഹം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ആ മാല കെട്ടിയത് നന്നായിട്ടോ എന്ന് പറഞ്ഞു ആരോടെ. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താ കുറേ, അപ്പം അദ്ദേഹം മൊബൈലിൽ നിന്ന് കുറേ ചിത്രങ്ങൾ കാണിച്ചു തന്നു. സന്തോഷമാണ്, അതൊരു തൃപ്തിയാണ് അല്ലേ. ഇപ്പം നമ്മുടെ പഴയ കാലത്ത് വീട്ടമ്മമാർ ഈ വെളുത്തൊരു കൂട്ടാണ്ട് എന്താ അതിന് പറയുക, ഇഷ്ടമോ അല്ലേ, ഇഡ്ഡലി ഇഷ്ടു, അതൊക്കെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുട്ടികൾ കഴിക്കാൻ വന്നിട്ട് ആസ്വദിച്ചിങ്ങനെ കിണ്ണം വടിച്ചിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ അമ്മമാർക്കൊരു തൃപ്തി ഉണ്ട് ഇല്ലേ, ഉണ്ടാക്കി കൊടുക്കണ ആൾക്ക് അല്ലേ, ആണോ അല്ലേ? അതെന്താ കാര്യം അറിയോ? അതിൻ്റെ പൂർണ്ണതയാണ് എന്നാണ്, അതിൻ്റെ പൂർണ്ണത. കാരണം പഴയ കൂട്ടുകുടുംബമാകുമ്പോൾ അനേകം ആളുകളുണ്ടാവും, മക്കളും പേരക്കുട്ടികൾ. ഈ മുത്തശ്ശിമാരൊന്നും ചിലപ്പോൾ 11 മണി 12 മണിയായിട്ട് രാവിലത്തെ പലഹാരം കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവരൊക്കെ ഉരുളക്കിഴങ്ങിന് ഉടുപ്പട്ടമാതിരി പുട്ടുപുട്ടുക്കാൻ അങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ ഒരു ദീനം ഉണ്ടാവില്ല. എന്താണ്? ആ കൊടുക്കുന്നതിലും സേവിക്കുന്നതിലും ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു ആനന്ദം, ഒരു നിറവ് എന്നാണ്. അപ്പോൾ കിട്ടിയ ആനന്ദത്തേക്കാൾ വലുതത്രേ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം. ലഭിക്കുന്ന ആനന്ദം ചെറുതാണെങ്കിൽ കൊടുക്കുന്ന ആനന്ദം അതിനേക്കാൾ വലുതാണ്. ഏതാണെങ്കിലും, അറിവാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും തൻ്റെ കയ്യിലുള്ളത് ധാരാളമായിട്ട് പകർന്നു നൽകുക എന്നുള്ളത് വലിയൊരു അനുഭൂതിയുടെ ഭാഗമാണെന്ന് പറയണം. അപ്പോൾ ശുഗബ്രഹ്മർഷി പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, നീ പശ്ചാത്തപിച്ചുവല്ലോ വഴി. അപ്പോൾ ശുഗബ്രഹ്മർഷി വരണതിന് മുമ്പ് അതിൻ്റെ വഴികൾ മുഴുവൻ പറഞ്ഞു കൊടുത്ത് വസിഷ്ഠനാണ്. അപ്പോൾ വസിഷ്ഠൻ അതിൻ്റെ കോപ്പുകൾ കൂട്ടി എന്നാണ്. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരു സ്റ്റെപ്പ്, ഒരു യജ്ഞകാരി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരാൾ ഒരു കാര്യത്തിന് അങ്ങോട്ട് കുതിച്ചങ്ങോട്ട് ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം അനേക ആളുകൾ, അനുഭവമുള്ള ആളുകൾ ചേർന്ന് വരും അല്ലേ. വലിയ ഭാരം ഉണ്ടാവില്ല. കാരണം എന്നാലും ആദ്യം ഒരാൾ ഇറങ്ങിത്തിരിക്കണം കേട്ടോ. അങ്ങനെയുണ്ട്. കാരണം ആളുകളൊക്കെ പുറകിലേക്ക് പോകും. വേണ്ട കാര്യത്തിന് ആ ഒരു ധൈര്യവും ഉത്സാഹവും വരില്ല. കാര്യമൊക്കെ നടക്കും, പക്ഷേ എന്തോ ഒരു അമാന്തം ഒരു പുറകിലേക്ക് വരും അല്ലേ. ഇപ്പോൾ പലരും പറയും സപ്താഹം കേൾക്കുമ്പോൾ നല്ല കാര്യങ്ങളാട്ടോ അതിൽ പറയണതൊക്കെ, ഭാഗവതത്തിലൊക്കെ എനിക്കും തോന്നുന്നുണ്ട് എന്ത് നന്നാവണമെന്ന്. അപ്പം എന്നാൽ നന്നായിക്കൂടെ, അല്ല മറ്റന്നാളായിക്കോട്ടെ, മറ്റന്നാൾ ചൊവ്വാഴ്ചയാണല്ലോ എന്നാ പറയാൻ പറ്റി. ആളുകൾ എല്ലാ കാര്യവും ഒരു ഒരു പിന്നയ്ക്ക് വയ്ക്കലാണ്. അത് പാടില്ല എന്നാണ് പറയുക. ശുഭസ്യ ശീഘ്രം, നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ വസിഷ്ഠൻ ഇദ്ദേഹം പറഞ്ഞ ഉടനെ എന്ത് പറഞ്ഞു? ഇപ്പോൾ ഏർപ്പാട് ചെയ്യാം, വിഷമിക്കേണ്ട തിരുമനസ്സെന്നും പറഞ്ഞിട്ട് അതിന് പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ അനേകം ഗുരുക്കന്മാരെ വിളിച്ച് ഓരോരുത്തരും ഈശ്വര കഥകൾ, അവരവരുടെ അനുഭവങ്ങൾ, അങ്ങനെയുള്ള മഹാത്മാക്കൾ സംസർഗം ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പറയും. അത് കേൾക്കുമ്പോൾ ഒരു ഉദ്ദീപനം ഉണ്ടാവും. അതേലേ എന്നൊക്കെ ഇങ്ങോട്ട് പറയേ അല്ലേ. വൈകി വന്നിട്ടുള്ള ട്രെയിനിൽ നിന്ന അനുഭവങ്ങൾ, ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാവും. ഒരാൾ കോടതിയിലൊരു കേസ് വന്നു, തറവാട് ക്ഷേത്രത്തിൽ പൂജയാണ്, ഒരു വണ്ടി തട്ടിയതിൻ്റെ പേരിലുള്ളൊരു MACT എന്താ പറയുക, അങ്ങനെ ഒരു കേസ്, ഒരു ആക്സിഡൻറ്റിനോട് ബന്ധപ്പെട്ടൊരു കേസാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പോകാൻ വയ്യ, അവിടെ പങ്കെടുക്കുകയും വേണം. ഇങ്ങനെയായി. അങ്ങനെ ഒരു തവണ പറഞ്ഞു, നമ്മളറിയാം. അപ്പോൾ പറഞ്ഞു, സ്വാമിജി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, എന്താ ചെയ്യുക? അങ്ങയുടെ മനസ്സ് എന്തു പറയണമെന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടുത്തെ തറവാട്ടിലെ കാര്യത്തിൽ പങ്കെടുക്കണം തന്നെയാണ്. പക്ഷേ അന്നത്തെ ദിവസം തന്നെയാണ് എനിക്ക് ആ കേസും വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ ലക്ഷ്യം പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വരും, ഒന്നും ഉണ്ടാവില്ല. ലക്ഷ്യം അങ്ങോട്ട് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നോളൂ, കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരും. പറഞ്ഞ മാതിരി തന്നെ കിട്ടുമോ? അദ്ദേഹം ഇളകിയില്ല. അതേമാതിരി ആ കേസ് മാറ്റി വയ്ക്കപ്പെട്ടു. എന്താ കാരണം അറിയോ? ജഡ്ജിക്ക് അന്ന് വയറ്റ് നോക്കാൻ എന്തോ മറ്റുണ്ടായി. ആർക്കും വരാലോ പൊതുവില്ലേ. അതെ, സംവിധാനങ്ങളൊക്കെ മാറി. അപ്പോൾ ഭഗവാന്റെ ലീല എന്നത് മായാമയനുടെ ലീല, അത് മാനവനറിയുന്നില്ല. ജഗമൊരു നാടകശാല, അതില്ലാടാതാർക്കും മേല മായാമയനുടെ ലീല. ഭഗവാനെ ആ മായാമയനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹമൊക്കെ കാര്യങ്ങളൊക്കെ വട്ടത്തിരിച്ചിലൊക്കെ അദ്ദേഹം തിരിച്ചോളൂ എന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശുഗബ്രഹ്മർഷി വന്നു എന്ന് പറഞ്ഞു. ശുഗബ്രഹ്മർഷിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾക്ക്, ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി എന്ന് സ്വയം തോന്നി. സാഷ്ടാംഗം നമസ്കരിച്ചു, പിടിച്ചെണീപ്പിച്ചു. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പ് അല്ലേ. അതെ, അതിനുശേഷം ഗഡ്വാങ്കൻ എന്ന ദീർഘബാഹുവായിട്ടുള്ള സൂര്യവംശനായിട്ടുള്ള രാജാവിൻ്റെ കഥയും കൂടി പറഞ്ഞു. എന്തിനാണ് ഈ കഥ പറഞ്ഞത്? കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരാൾ പനിച്ചു കിടക്കുക വിചാരിക്കുക, നമ്മളെങ്ങനെ സമീപിക്കുക? എന്താ കുട്ടി പറ്റിയത്? ഇന്നലെ പച്ചക്കറി വാങ്ങാൻ കണ്ടുവല്ല, പനി പിടിച്ചതാണ്, ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെന്നി കയറില്ലേ ചെയ്യുക. അതേസമയം
സാരില്ല, തല പോയിട്ട് ആൾക്കാർ കൂട്ടാക്കണില്ല, ഇതിലും അത്രയേ ഉള്ളൂ. നിസ്സാരവൽക്കരിക്കുക. അതേമാതിരി ധൈര്യം കൊടുത്തു, ഇതൊന്നും പ്രശ്നമില്ല, കേവലം ഒരു മുഹൂർത്തം കൊണ്ട് തന്നെ ഒരു മഹാരാജാവിന് മോക്ഷം സാധിച്ചിട്ടുണ്ട് എന്നുള്ള കഥ പറഞ്ഞു. അപ്പോൾ കോൺഫിഡൻസായി. അതിനുശേഷം ഓരോ ദേവതകളെ അനേകം ദേവതമാരുണ്ട്. ഭഗവാൻ സർവേശ്വരനായിട്ടുള്ള ശക്തൻ, സർവശക്തൻ ഒന്നേ ഉള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ കലകൾ പ്രവർത്തിക്കുന്ന അനേകം ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര ടാപ്പിലേക്ക് കണക്ഷൻ കൊടുക്കാം? എല്ലാത്തിലും വെള്ളം കിട്ടില്ലേ? അതെ, ഇതേമാതിരി ആ അനുഭവം, ജ്ഞാനജലം കിട്ടാവുന്ന തരത്തിലുള്ള അനേകം ടാപ്പുകളുള്ളതുമാതിരി അനേകം സർവേശ്വരൻ്റേതായിട്ടുള്ള ആ വിഭൂതികൾ അനേകം ദേവതകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പല ഭാഗത്തോടെയും. അവരെയൊക്കെ ആശ്രയിക്കുമ്പോൾ അതിനനുസരിതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാവുക. അതിന് പുഷ്ടി ആഗ്രഹിക്കുന്ന ആൾ ഭൂമിദേവിയെ, സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആൾ ഗന്ധർവന്മാരെ, അതേമാതിരി സ്ത്രീകളാണെങ്കിൽ രതീദേവി കാമദേവൻ്റെ പത്നിയാണ്, ഉർവശിയെ ആശ്രയിക്കുക. അങ്ങനെ പിന്നെയോ ആ സൗന്ദര്യവും ആകർഷണവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പല്ലിൻ്റെ ബലത്തിനും, പല്ലിൻ്റെ ദേവനാണത്രേ കാമദേവൻ, കൈകളുടെ ആൾ ഇന്ദ്രനാണ്. അങ്ങനെ ഓരോ ദേവന്മാർക്ക് ഓരോ ഭാഗമായിട്ട്. മനസ്സിൻ്റെ ആൾ ചന്ദ്രനാണ്. മനസ്സിലായില്ലേ? സൂര്യഭഗവാൻ ജ്ഞാനത്തിൻ്റെയാണ്. എല്ലാ പ്രഭാവങ്ങൾക്കും അദ്ദേഹത്തിനെ പറ്റി പറയും. ബുദ്ധിയും തേജസ്സുമായിട്ട് ജഗന്മാതാവ് അമ്മ. പുഷ്ടി, ആ സമാധാനത്തെയും നിറവിനെയും കൊടുക്കുന്നത് അന്നപൂർണേശ്വരി ദേവി. അങ്ങനെ കീർത്തിക്ക് വിഷ്ണു ഭഗവാനെ ആശ്രയിക്കാം. അങ്ങനെ ഓരോ ദേവന്മാരെ ഉപാസിക്കേണ്ട വിധങ്ങളും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചോദിച്ചു, ആരാണ് ആദ്യം ഉണ്ടായത്? ഈ സൃഷ്ടിയുടെ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സൃഷ്ടിയുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് വെച്ചില്ല. നേരത്തെ പറഞ്ഞു ത്രിസരാണ് കണ്ടിട്ടുണ്ടോ കുട്ടി? ഇല്ല. അപ്പോൾ പറഞ്ഞു, കണക്ക് മാഷ കഥ പറഞ്ഞു, ഞാൻ ചെറിയ മിന്നലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ത്രിസരാണു ആണ് കേട്ടോ. 2 പരമാണുക്കൾ ചേർന്നതിന് പറയുന്ന പേര് അണു. 3 പരമാണുക്കൾ ചേർന്നാൽ അതിന് പറയുന്ന പേര് ത്രിസരാണു. അങ്ങനെ ത്രിസരാണുക്കൾ 100 എണ്ണം ചേർന്നിട്ട് ഈ 3 ത്രിസരാണുക്കളിലൂടെ സൂര്യപ്രകാശം കടക്കുവാൻ എടുക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ 1,86,000 മൈൽ വേഗതയാണ്. അപ്പോൾ ഈ 3 ത്രിസരാണുക്കൾ കടക്കുവാൻ എടുക്കുന്ന സമയം അതിന് പറയുന്ന പേര് ത്രുടി എന്നാണ്. അങ്ങനത്തെ ത്രുടികൾ 100 എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആ ത്രുടിക്ക് പറയുന്ന പേര് വേദം. വേദങ്ങൾ 3 എണ്ണം കൂടിയാൽ അതിന് ലവം എന്ന് പറയും. ലവം 3 എണ്ണം കൂടുന്നത് ഒരു നിമിഷം, നിമിഷങ്ങൾ 3 എണ്ണം കൂടുന്നത് ഒരു ക്ഷണം, ക്ഷണങ്ങൾ 5 എണ്ണം കൂടുന്നത് ഒരു കാഷ്ഠ, അത്തരം കാഷ്ഠകൾ 15 എണ്ണം കൂടുമ്പോൾ അതിനെ നാഡിഘടിക, ഈ നാഡിഘടികകൾ 7.5 എണ്ണം കൂടുമ്പോൾ അതിന് പ്രഹരം എന്നും പറയും, യാമം എന്നും പറയും. അത്തരം യാമങ്ങൾ 4 എണ്ണം കൂടിയാൽ പകൽ, 4 എണ്ണം കൂടിയാൽ രാത്രി. അപ്പോൾ 4 4 8 യാമം. അപ്പോൾ എത്രയായി? 60 നാഴികയായി. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ 24 മണിക്കൂർ. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അങ്ങനെയുള്ള 8 യാമങ്ങൾ ഒരു ദിവസം. ഈ ദിവസങ്ങൾ 15 എണ്ണം കൂടുമ്പോൾ ഒരു പക്ഷം, 2 പക്ഷങ്ങൾ കൂടുമ്പോൾ ഒരു മാസം. അങ്ങനത്തെ മാസങ്ങൾ 6 എണ്ണം കൂടുമ്പോൾ ഒരു അയനം, 2 അയനം കൂടുമ്പോൾ ഒരു വർഷം. അങ്ങനെയുള്ള മനുഷ്യവർഷം 4800 മനുഷ്യവർഷം കൂടുമ്പോൾ കൃതയുഗം, 3600 മനുഷ്യവർഷം കൂടുമ്പോൾ ത്രേതായുഗം, 2400 വർഷങ്ങൾ മനുഷ്യവർഷം കൂടുമ്പോൾ ദ്വാപരയുഗം, 1200 ദേവവർഷങ്ങൾ കൂടുമ്പോൾ കലിയുഗം. അപ്പോൾ 1200, 2400, 3600, 4800 കൂടി കൂട്ടുമ്പോൾ 12000 ദേവർഷം. ഈ 12000 ദേവർഷം കൂടുന്നതിനെ മൊത്തത്തിൽ പറയുന്ന പേര് ഒരു ചതുർയുഗം എന്നാണ്. അപ്പോൾ ഈ ചതുർയുഗം 71 എണ്ണം കൂടുമ്പോൾ ഒരു ഇന്ദ്രൻ്റെ കാലം. 71 ചതുർയുഗം ഒരു ഇന്ദ്രകാലം. അങ്ങനെ ഇന്ദ്രകാലം 14 എണ്ണം കൂടുമ്പോൾ അതിന് പറയുന്ന പേര് കൽപ്പം. ഈ കൽപ്പം 50 എണ്ണം കൂടിയാൽ അതിന് പറയുന്ന പേര് പരാർദ്ധം. അങ്ങനത്തെ 2 പരാർദ്ധം കൂടുമ്പോൾ ഒരു മഹാകൽപ്പം. ഈ മഹാകൽപ്പം 1 എന്നത് ബ്രഹ്മദേവൻ്റെ ആയുസ്. അത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം. ദേവീഭാഗത്തിൽ അത് ദേവിയായിട്ട് പറയും, ശ്രീമദ് ഭാഗവത്തിൽ ഭഗവാനായിട്ട് പറയും. അതുകൊണ്ടാണ് ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവല്ലി നമഃ എന്നൊരു മന്ത്രം കേട്ടിട്ടുണ്ടോ? ലളിതാ സഹസ്രനാമത്തിൽ ഇല്ലേ? കേട്ടിട്ടില്ലേ? ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവല്ലി നമഃ. അമ്മ കണ്ണടയ്ക്കുവാനും തുറക്കുവാനും എടുക്കുന്ന ആ സമയത്തിൽ
ഈ ചതുർയുഗവും പ്രളയങ്ങളും കാര്യങ്ങളൊക്കെ കടന്നിട്ട് വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്ന പറഞ്ഞത്. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലാവണില്ല എന്ന് മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചത്തിലെ പല വിഷയങ്ങളും മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവാത്തതാണെന്ന് മനസ്സിലായാൽ മനസ്സിലാക്കാം, കുറച്ചെന്തെങ്കിലും മനസ്സിലായി എന്ന്. അപ്പോൾ രാജാവ് ഇതൊക്കെ കേട്ടപ്പോൾ തല കുലുക്കി സമ്മതിച്ചു. അതിനുശേഷം സൃഷ്ടികളെ പറ്റിയിട്ടുള്ള സംസാരമായി. അപ്പോൾ ആദ്യത്തെ സൃഷ്ടി എന്നത് മഹത്വത്വമാണ്. ആ മഹത്വത്തിൽ നിന്ന് അഹംബോധം, അഹങ്കാരമുണ്ടായി എന്നാണ്. അഹങ്കാരം 3 എണ്ണം, സാത്വികം, രാജസം, താമസം എന്നുള്ള ത്രിവിധ അഹങ്കാരങ്ങളുണ്ടായി. ഈ ത്രിവിധ അഹങ്കാരങ്ങളിൽ നിന്ന് സൃഷ്ടികളുണ്ടായി. ഈ സൃഷ്ടികളിൽ കൊമ്പുള്ള ജന്തുക്കൾ, കുളമ്പുള്ള ജന്തുക്കൾ, വനസ്പതികൾ, ഓഷധികൾ, ഈ ഇടയ്ക്കിടയ്ക്കുള്ള തിരിക്കലാണ് പറ്റാതെ. അപ്പോൾ ഓഷധികൾ ഇങ്ങനെ ഒക്കെ ഉണ്ടായി. അപ്പോൾ പൂക്കാതെ കായ്ക്കുന്ന ഒരു വിഭാഗം, പടർന്ന് വരുന്നതായിട്ടുള്ള ലതകൾ എന്ന് പറയും, വള്ളികൾ എന്ന് പറയും. പിന്നെ വൃക്ഷങ്ങളിൽ 3 വിഭാഗം, അന്തസാരം, ബാഹ്യസാരം, നിസ്സാരം. അന്തസാരം എന്ന് പറഞ്ഞാൽ അകത്ത് കാതലുള്ളത്. പിന്നെ ബഹിസാരം എന്ന് പറഞ്ഞാൽ പുറത്ത് കാതലുള്ളത്. ഭഗവാൻ ഈ ശാപ്പാട് കഴിച്ച് വന്നതിന് ശേഷം ഇങ്ങനെ എന്തൊക്കെ പറയണമെന്ന് തോന്നി തുടങ്ങിയോ? മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ നല്ല ആളുകളാണ്, കുറേ കാലമായിട്ട് ഭാഗവതം കേൾക്കുകയാണ്. അപ്പോൾ നിസ്സാരം എന്നുള്ളത് പൂള, മുരുക്ക് മുതലായിട്ടുള്ള സാധനങ്ങൾ. അത് വളപ്പിൽ വയ്ക്കില്ല, കുറച്ച് വിട്ടിട്ട്, കാരണം അപകടം എപ്പോൾ വേണമെങ്കിലും വരാം. ഇതാണ് അതിൻ്റെ ഭാഗങ്ങൾ. ഏതായാലും ഇങ്ങനെ കുറേ സൃഷ്ടികൾ പറഞ്ഞു. പിന്നീട് പിശാചവർഗ്ഗങ്ങൾ, ഗന്ധർവന്മാരൊക്കെ പടകൂട്ടിലുള്ള ഒരു ഐറ്റം പറഞ്ഞു. 9ാമത്തെ സൃഷ്ടിയാണ്. മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ ആഹാരവും വായുവും തിരസ്ഥീനമായിട്ട് സഞ്ചരിക്കും കേട്ടോ. തിരസ്ഥീനം എന്ന് പറഞ്ഞാൽ വിലങ്ങനെ. ഉരകങ്ങൾക്ക്, മറ്റ് ജലജീവികൾക്ക്, പക്ഷികൾക്ക്, മറ്റ് മൃഗങ്ങൾക്ക് ഒക്കെ അവരുടെ രീതി എങ്ങനെയാണ്? വിലങ്ങനെയാണ്. 2 കാലിൽ ബാലൻസ് ചെയ്തിട്ട് ദുഃഖം സംഭവിച്ചേക്കാവുന്ന പല വിഷയവും സുഖം കിട്ടും എന്ന് തെറ്റിദ്ധരിച്ച് എത്ര കണ്ടാലും കൊണ്ടാലും പടിയാത്തൊരു വിഭാഗമുണ്ട്, ഇരുക്കാലികൾ. അതിനെ എന്ത് പറയുക? അതെ, മർത്യൻ, മരിക്കുന്നവൻ എന്നും മനനത്തിലൂടെ മുന്നേറുന്നവനർത്ഥം മനുഷ്യൻ എന്നും മർത്യൻ എന്നുള്ള പേര്. അങ്ങനെ അവസാനം ഈ ദേവ, കിന്നര, ഗന്ധർവ, ചാരണ, വിദ്യാധര, യക്ഷ, രാക്ഷസ, കിംപുരുഷ, പൈശാചിക മുതലായിട്ടുള്ള 8-10 വിഭാഗം. അവർക്ക് ബോഡിയില്ല, സൂക്ഷ്മമായിട്ടുള്ള ഒരു ശരീരമാണുള്ളത്. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പല അനുഭവങ്ങളും കാണും, വ്യക്തികളെയൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ അവർക്ക് ജീവനുള്ള ശരീരമല്ല. എന്നാൽ ജീവൻ ചോദിച്ചാൽ അതൊരു വേറൊരു തരം കരുത്താണ്, സൂക്ഷ്മമായിട്ടുള്ളൊരു ഭാവമാണ്. അതിനെ കാരണ ശരീരമായിട്ടൊരു പ്രത്യേക ശരീരമാണ്. പ്രകാശ ശരീരങ്ങളാണ്, പ്രകാശരൂപികളായിക്കൊണ്ട്. അത്തരത്തിലാണ് ദേവതകളുള്ളത്. അങ്ങനെയുള്ള സൃഷ്ടികളെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചു. പിന്നീട് ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളെ നിശ്ചയിച്ചു കൊടുത്തു. അതിൽ ഈ കഥ പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പ് സരസ്വതി ഭാവത്തിൽ ഭഗവാനെ ആരാധന ചെയ്തിട്ടാണ് കഥ പറയുന്നത്. കാരണം കഥ പറയാൻ കരുത്ത് കിട്ടണമല്ലോ, അതിനായിക്കൊണ്ട് ആ അധ്യായമാണ് 2ാം സ്കന്ധത്തിൽ 4ാം അധ്യായത്തിൽ പിന്നെ 12ാമത്തെ ശ്ലോകം മുതൽക്കുള്ള കുറച്ച് ഭാഗങ്ങൾ പറയുന്ന, അതിനെ ഭാഗവതമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തെ പറയുന്ന പേരാണ്. അപ്പോൾ എന്താ ചെയ്തത് ശശിയേട്ടാ? വല്ലാതെ കുറഞ്ഞു ക്ഷീണിക്കണമല്ലോ. കുറച്ച് നേരത്തെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്താ പറ്റിയത്? അതുകൊണ്ട് ഇപ്പോഴും അങ്ങോട്ട് ശരിയാവണില്ലേ? സാധനം മാറ്റിക്കൊണ്ട് കാര്യമില്ല, എന്താണെന്ന് അറിയില്ല. അതിന് പറയുന്ന പേര് ശുഖസാരസ്വതം എന്നാണ് പറയുക. ശുഖസാരസ്വതം ബുദ്ധി വിശേഷത്തിനായിക്കൊണ്ടും ജ്ഞാനം പ്രകാശിക്കാനും ഒക്കെ ആയിട്ട് പറയുന്ന ഭാഗമാണ് ശുഖസാരസ്വതം. ഉപാസിക്കാവുന്ന ഒരു മന്ത്രസാരം, മന്ത്രഭാഗത്തുള്ള ഒരു കാര്യമാണ്. കുറച്ച് ശ്ലോകങ്ങളിൽ 12 മുതൽക്ക് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ശ്ലോകങ്ങൾ, 24 വരെയുള്ള ആ ഒരു ശ്ലോകങ്ങളെ പറയുന്ന പേരാണ് ശുഖസാരസ്വതം. നമ്മൾ ആത്മാമൃതം എന്നുള്ള പുസ്തകത്തിൽ ഇതൊക്കെ വേർതിരിച്ചടിച്ചിട്ടുണ്ട്. വേണ്ട ആളുകൾക്ക് അത് ചോദിക്കണ്ടു, നിർബന്ധമുള്ളതല്ല. കാരണം ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തുന്നവരുണ്ട്, 5ൽ പോകുന്നവരുണ്ട്, SLC എടുക്കുന്നവരുണ്ട്, അല്ലേ, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്ന ആളുകളുണ്ട്, ഡോക്ടറേറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവനവൻ്റെ അവകാശമാണ്, അവനവൻ്റെ സാമർഥ്യമാണ്, അവനവൻ്റെ യുക്തിയാണ്, അവനവൻ്റെ അർപ്പണബോധമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എത്ര പഠിച്ചാലും ഇനിയിപ്പോൾ അത്ര കാര്യമായിട്ടൊന്നും പഠിക്കാത്ത ആളുകൾ IAS അതേമാതിരി ആ ലെവലിൽ പഠിച്ച ആളുകളെ അസിസ്റ്റ് ചെയ്യുന്ന സാമർഥ്യക്കാരും കൂടി ഉണ്ടല്ലേ? ശരിയല്ലേ? അപ്പോൾ വിവരം എന്നുള്ളൊരു സാധനം വേറെയാണ്, വിദ്യാഭ്യാസം വേറെയാണ്. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. പക്ഷേ രണ്ടും കൂടി ബന്ധപ്പെട്ട് വന്നാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് ഈശ്വരാധീനം വേണം, ഗുരുത്വം വേണം, ഭഗവാന്റെ അനുവാദം വേണം, അനുഗ്രഹം വേണം എന്ന് പറയുകയാണ്.
ഏതായാലും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഓരോ ബ്രഹ്മദേവൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഓരോ ഭാഗങ്ങളെ സന്ധ്യ മുതലായുള്ള കാര്യങ്ങൾ സൃഷ്ടി ചെയ്ത കാര്യം പറഞ്ഞു. പിന്നെ 7 ഋഷികളെ മാനസപുത്രന്മാരായി കൊണ്ട് സൃഷ്ടിച്ചു. അവരെ സപ്ത ഋഷികളെന്ന് പറയും. അതിൽ നിന്ന് രുചി പ്രജാപതി മുതലായിട്ടുള്ള ആളുകൾ, പിന്നെ ആകൂതി എന്ന ഒരു പത്നി ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് കൊടുത്തു. അതിൽ സുയജ്ഞൻ എന്ന പേരിൽ യജ്ഞൻ എന്നൊരാൾ മകനായിട്ട് ജനിച്ചു. അതിൽ തോഷൻ, സതോഷൻ, പ്രന്തോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 12 മക്കൾ ജനിച്ച കാര്യം പറഞ്ഞു. പിന്നീട് ധർമ്മനും മൂർത്തി എന്ന ദക്ഷപുത്രിയിൽ നിന്ന് നരനാരായണന്മാർ അവതരിച്ചതായിട്ടുള്ള അവതാര കഥാപ്രസംഗം എന്നാണ് ആ ഭാഗത്തിന് പറയുക. 7-ാം അധ്യായം 2 അങ്ങനെ കുറേ അവതാരങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അതിനുശേഷം താൻ സൃഷ്ടിക്കാനുള്ള പ്രചോദനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച അതേ ഇത് തന്നെയാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. എന്താ താൻ ആരാണെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടായി. അത് അറിയാനായിട്ട് അദ്ദേഹം താൻ ഇരിക്കുന്ന താമരയുടെ തണ്ട് പിടിച്ചിട്ട് ഗവേഷണം ചെയ്തു പോയി. അനേക വർഷം പോയി. അറ്റമറിയാൻ സാധിക്കാതെ തിരിച്ചു വന്ന് വീണ്ടും ഒരുത്തിയിലിരുന്ന സന്ദർഭത്തിൽ ഭഗവാൻ അകത്ത് പ്രകാശിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് യുക്തി തോന്നിയത്, എന്തുകൊണ്ട് ഇതുപോലൊരു സൃഷ്ടി നടത്തിക്കൂടാൻ തോന്നി. അങ്ങനെ അതിനകം അദ്ദേഹം എത്ര സൃഷ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു? 83,99,999 സൃഷ്ടികൾ നടത്തിയിരുന്നു. അങ്ങനെ 84 ലക്ഷം തികയുന്ന ആ സൃഷ്ടി നടത്തി. അതാണ് അവസാന സൃഷ്ടി, മനുഷ്യ സൃഷ്ടി എന്നാണ്. പിന്നെ മറ്റേ റിപ്പീറ്റ് ചെയ്തൊന്നല്ലാതെ പിന്നെ നൂതന സൃഷ്ടികൾ നടന്നിട്ടില്ല എന്നാണ്. അതിനുശേഷം ഭാഗവതത്തിനെ പറ്റി പറഞ്ഞു. ആ ഭാഗവത്തിന് 10 ഘടകങ്ങൾ. എന്തൊക്കെയാണ് ആ 10 ഘടകങ്ങളെന്ന് ചോദിച്ചു. അതിൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരങ്ങൾ, ഈശാന കഥകൾ, നിരോധം, മുക്തി, ആശ്രയം. അപ്പോൾ സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തിയെ പറ്റിയിട്ടാണ്. അതിൻ്റെ വർധനവാണ് വിസർഗം. സ്ഥാനം എന്നത് ഇവയ്ക്ക് ഇരിക്കാനുള്ള ഒരു പ്രത്യേകമായുള്ള ഇരിപ്പിടം, അതിനെയാണ്. പോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പരമ്പരകൾ വംശവർദ്ധനവുണ്ടാവുന്ന ഭാഗങ്ങളെ പോഷണം എന്ന് പറഞ്ഞു. ഊതികൾ എന്ന് പറഞ്ഞാൽ ദേവതകളുടെയും മറ്റുള്ള ലീലകളെ പറ്റി പറഞ്ഞു. പിന്നെ ഈ മനുക്കളുടെ മന്വന്തരങ്ങൾ 14 മനുക്കളാണെന്ന് പറഞ്ഞു അല്ലേ. സാവർണി, രുദ്രസാവർണി, ഇന്ദ്രസാവർണി, ധർമ്മസാവർണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആളുകളെ പറ്റി പറഞ്ഞല്ലോ. അതിൽ പിന്നെ പ്രിയവ്രതൻ്റെ 3 മക്കൾ, ഉത്തമൻ, താമസൻ, രൈവതൻ, ഒരു 3 പേരും മനുക്കളാണ്. അങ്ങനെ മൊത്തത്തിൽ 14 മനുക്കളുടെ കാലഘട്ടങ്ങളെ പറ്റി പറഞ്ഞു. സാരോജിഷ മന്വന്തരം ഇപ്പോൾ 7-ാം മന്വന്തരമാണെന്ന് അപ്പോൾ പറയാം. ഇപ്പം നടക്കുന്നത് 7-ാമത്തെ മന്വന്തരമാണ്. അപ്പോൾ ഓരോ മന്വന്തരത്തിൻ്റെയും കാലയളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 71 ചതുർയുഗം വേണമെന്നാണ് പറയുക. 71 ചതുർയുഗം എന്ന് പറഞ്ഞാൽ 12,000 ദേവർഷം. അപ്പോൾ 12,000 ദേവർഷം എന്ന് പറയുമ്പോൾ 12,000 × 360, അതാണ് ഒരു സാധാരണ വർഷം. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. പിന്നീട് 3-ാം സ്കന്ധത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഭഗവാന്റെ മഹാപ്രസ്ഥാനത്തെ പറ്റിയിട്ടും കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായതിനെ പറ്റിയിട്ടും അതിന് മുമ്പായിക്കൊണ്ട് ഉദ്ധവരെ ഭഗവാൻ ഒരു ഭാഗത്തേക്ക് പറഞ്ഞയച്ചതായിട്ടും വിതുരർ നേരത്തെ തന്നെ വീട് വിട്ടുപോയി. അതിന് കാരണം എന്താ വെച്ചാൽ താൻ ഇരുന്നിട്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് അങ്ങനെയാണ്. കാരണം മഹാത്മാക്കൾ എപ്പോഴും ചിന്തിക്കുക എന്താ അറിയോ, തൻ്റെ സാന്നിധ്യം കൊണ്ടോ തൻ്റെ വാക്കുകളെ കൊണ്ടോ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവണം എന്നാണ് അവരുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെ പ്രയോജനമില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് അവർ വെറുതെ ഇരിക്കില്ല. ഈ ശാപാട് കഴിക്കുക, റെസ്റ്റ് ചെയ്യുക, ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ പിന്നെ ആ ജന്മം വലിയ കാര്യമില്ല എന്നുള്ള നിലയിൽ അവരവിടെ പ്രയോജനം അതിന് പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അവർ നീങ്ങും. ഇല്ലെങ്കിലോ ഭൂമിയിൽ തന്നെ പോകും. അങ്ങനെ ശാസ്ത്രമുണ്ട്. കാരണം അനുഭൂതി കിട്ടിത്തുടങ്ങിയിട്ട് ആ ദേഹത്തെ കൊണ്ട് പ്രപഞ്ചത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നൊരു ഘട്ടം വന്നാൽ ശരീരവും ജീവാത്മാവും തമ്മിൽ 21 ദിവസമേ ഇരിക്കുള്ളൂ മാക്സിമം. അതിനകം ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഈ ജീവൻ വെടിഞ്ഞു പോകുമെന്നാണ് പറയുക. അതിൽ ഈ നവദ്വാരങ്ങളിലൂടെ ഏത് വഴിക്ക് വേണമെങ്കിലും പോവാം. അറിയാലോ, ശരീരത്തിൽ 9 ദ്വാരങ്ങളാണ് നവദ്വാരങ്ങൾ. നാഭി മുതൽ കൊണ്ട് ഹൃദയം, ഇതൊക്കെ യോഗഭാഷയാണ് കേട്ടോ. അല്ല, അത് വളരെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഒരു ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് കഥ പറയുമ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുക. പക്ഷേ കഥകളിൽ തത്വമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വേണം, ഒരു ശ്ലോകം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ അമ്മമാർ പറഞ്ഞിട്ടുള്ള ഒരു 6 പടിറ കാര്യമുണ്ടല്ലേ. എന്താ അത്? പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഇത് കേട്ടില്ലേ? ഈ 6 സ്റ്റേജ് എന്താണ്? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. നമ്മുടെ ഓരോ സ്റ്റേജുകളാണ്.
മനസ്സിലായില്ലേ? ഈ സ്റ്റേജുകൾ ഓരോന്ന് പിന്നിട്ട് പോകുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള അനുഭൂതികൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അതിൽ നാഭി മുതൽ കൊണ്ടുള്ള ആ കീഴ്ഭാഗങ്ങളോ നാഭി വരയ്ക്കുള്ള ദേശത്തിൽ ആ സ്ഥലത്തു കൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവൻ പോകുന്നതെങ്കിൽ ആ വ്യക്തി വീണ്ടും ജനന മരണ ചക്രങ്ങളിൽ തിരിയേണ്ടതായിട്ട് വരും. ഹൃദയം മുതൽ കൊണ്ടുള്ള മേൽഭാഗങ്ങളിലൂടെ ഈ ജീവൻ പോകുകയാണെങ്കിൽ ഭക്തകുലത്തിലോ മുക്തകുലത്തിലോ സിദ്ധകുലത്തിലോ ജന്മം സാധിക്കും. എന്താ അതിൻ്റെ ഉദാഹരണം? ഇപ്പോൾ ടെലിവിഷനൊക്കെ നോക്കുമ്പോൾ കാണില്ലേ, ഇത്ര പോകുന്നുള്ള കുഞ്ഞു കുട്ടികൾ എന്താ അറിയുക അവരിൽ നിന്ന് വരുന്നത്, എന്ത് കഴിവാണ് അവരിൽ നിന്ന് വരുന്നത്. ഈ ചെറിയ കാലഘട്ടം കൊണ്ട് ഇത്രയൊക്കെ പഠിക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ഇല്ല. അതെന്താണ്? നേരത്തെ ആർജിച്ച അറിവ് അത് അവരിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം എന്താ അറിയോ, ഈ ജീവാത്മാവിന് മനസ്സിന് മരണമില്ലല്ലോ. ശരീരം ആവുന്ന സമയത്ത് അത് പോകണമെന്നേ ഉള്ളൂ. കാരണം നേടി ഈ അറിവും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യപ്പെടും മനസ്സുമായിട്ട് ചേർന്നിട്ട്. അത് വേറെ ശരീരത്തെ ആശ്രയിക്കുമ്പോൾ പ്രത്യേക മുഹൂർത്തത്തിൽ അത് രണ്ടും ആക്ടിവേറ്റ് ആവും അല്ലേ? ഇപ്പോൾ മൊബൈലിലെ സിം എടുത്തിട്ട് ആക്ടിവേഷൻ നടക്കണില്ലേ, ഇതേമാതിരി ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഈ അറിവിൻ്റെ ബാക്കിയുള്ളതാണ് ഇവരായിട്ട് വീണ്ടും ചേർന്ന് വരുന്നത്. ഇതാണ് അതിൻ്റെ ഭാഗം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അത്തരം കുലങ്ങളിലും ശ്രേഷ്ഠ കുലങ്ങളിലും കൂടുതൽ കർമ്മപ്രാരബ്ധങ്ങൾ അനുഭവിക്കാതെ കണ്ടും ഒക്കെ ജനിക്കുവാൻ പ്രഭാവത്തോടു കൂടിയിട്ട്, ഇപ്പോൾ കുലത്തിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ വലിയ ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള വലിയ കേമത്വമുള്ള ഇല്ലങ്ങളിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനെ മാതിരി പ്രയത്നിക്കേണ്ടതായിട്ടുണ്ടോ അവർക്ക്? ഇല്ല. കാരണം എന്താ, പൂർവികന്മാരായിട്ടുള്ള ആളുകൾ അനേകം കാര്യങ്ങൾ പലതോടെ ശേഖരിച്ച് വെച്ചിരിക്കണം. ഇപ്പോൾ ഈയിടെ ഞങ്ങൾ തന്ത്രിമാർ ചേർന്നിട്ട് ഒരു ചെറിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു, സനാതന പുരോഹിത സമാജം എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ നമ്മൾ സംസ്ഥാനത്തിലൊക്കെ ചില കാര്യങ്ങൾ നമ്മളെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഗുരുവായൂർ കൂടി. അത് കഴിഞ്ഞ് ചേന്നാസ് ഗുരുവായൂർ തന്ത്രി അദ്ദേഹം ഞങ്ങളൊക്കെ ഒന്നിച്ചു കൂടി. പിന്നെ എന്താ പറയുക, സൂര്യകാലടി ജയസൂര്യൻ പട്ടേരിപ്പടക്കം ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആചാര്യ, നമ്മുടെ ഒരു ഭാഗ്യം തന്നെ, നമ്മളത് ആലോചിക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇല്ലത്ത് വന്ന് ജനിക്കാൻ സാധിച്ചതും എന്തോ ഒരു സുഹൃതം കൊണ്ടാണല്ലോ എന്ന് അദ്ദേഹം മനസ്സോർക്കുമ്പോഴേ. കാരണം അനൗദ്യോഗികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വിട്ടിരിക്കുമ്പോൾ സംസാരിക്കുമല്ലോ. അപ്പോൾ പറയുകയാണ്, അപ്പോൾ അതെന്താണ്, അതൊരു സുഹൃതമാണ് എന്ന് പറയണം. എങ്ങനെയാണ് സാധിച്ചത്? ആ ജീവനിൽ അതിനനുസൃതമായിട്ടുള്ള പുണ്യത്തിൻ്റെ ശേഖരം ഉണ്ടാകുമ്പോഴാണല്ലോ അത് കിട്ടണത് അല്ലേ? പറഞ്ഞതിൻ്റെ ആശയം പിടി കിട്ടിയില്ലേ? അതെ. ചില ആളുകൾക്ക് എന്താണ്, വലിയൊരു കുണ്ടടിമാരത്തെ സ്ഥലമാണെങ്കിൽ അവിടെ ഒരു കെട്ടിടം പോക്കണമെങ്കിൽ എത്ര പ്രയാസം ഉണ്ടാവും അല്ലേ? ഫില്ലർ ഇറക്കി പിന്നെ അതിൽ ബെൽറ്റ് കൊടുത്ത് പിന്നെ കെട്ടിയുണ്ടാക്കി പൊക്കണം. അതേസമയം നല്ല നിരപ്പുള്ളൊരു ഭൂമിയാണ്, കുറച്ചൊരൊത്തൊരു സ്ഥലമാണ്, വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത തരത്തിൽ കട്ടിയായിട്ടുള്ള പാറയും ചീക്കല്ലുമായിരുത്ത കല്ലുമാണെന്ന് പറഞ്ഞാൽ അവിടെ ഫൗണ്ടേഷൻ എടുത്ത് വല്ലാത്ത കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. കടകടാന്ന് കല്ലടിക്കുക, പെട്ടെന്ന് പ്രൊജക്റ്റ് പൊങ്ങും. ഇതേമാതിരിയാണ് ചില കുലങ്ങളിലും സാഹചര്യങ്ങളിലും ജനിക്കാൻ സാധിക്കുന്നത്. അതും അല്ല, ഗംഭീരമായിട്ടുള്ളൊരു പുണ്യക്ഷേത്രത്തിൻ്റെ ഒരു ദിവ്യ സന്നിധിയുടെ അടുത്ത് ജന്മം കിട്ടണമെങ്കിൽ പോലും അതിനൊരു സുഹൃതം വേണമെന്നാണ് പറയാം. കാരണം പാഴടഞ്ഞ് പൂജ മുടങ്ങി വിഷമിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തൊരു വ്യക്തി വന്നു കൂടുകയാണെങ്കിൽ ഇതിൻ്റേതായിട്ടുള്ള എല്ലാ നീചഭാവങ്ങളും ദുരിതങ്ങളും അങ്ങേരെയും ബാധിക്കും. പിന്നെ അത് മറികടക്കാൻ സാധിക്കുമോ? അത് കടക്കാം. അതെങ്ങനെയാണെന്നറിയോ? ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പുരോഗമനത്തിനായിക്കൊണ്ട് തനവും മനവും ധനവും സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായാൽ എന്താ അറിയോ, നവീന ക്ഷേത്രം സൃഷ്ടിക്കണേക്കാൾ എത്രയേ വലിയ പുണ്യമാണ് ഒരു ജീർണോദ്ധാരണം ചെയ്തിട്ട് ഒരു ക്ഷേത്രത്തെ നന്നാക്കി എടുത്തിട്ട് ചെയ്യണത് എന്ന് പറയണം. അപ്പോൾ വ്യത്യാസങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ അവസ്ഥകളെ പറ്റിയിട്ട്, ജീവൻ്റെ അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനകം പിന്നീട് എന്താ പറയുക, ദുര്യോധനൻ്റെ ദുശാഠ്യം കാരണമായിക്കൊണ്ട് യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇതിനകം ഭഗവാൻ മഹാപ്രസ്ഥാനത്തിനായിട്ട് തയ്യാറായി എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഉദ്ധവരെ ഭഗവാൻ ഉപദേശം കൊടുത്ത് ഒഴിവാക്കി വിട്ടു കേട്ടോ. കാരണം ഞാൻ പോവുകയാണ്, പിന്നെ പാണ്ഡവാദികളോടൊക്കെ കാര്യം വിശേഷിച്ച് പറയണം, അവർ സ്ത്രീകളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഏർപ്പാട് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്തന്മാർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് താൻ വനത്തിലേക്ക് പോകണം. ബദരിക്ക് പോയിക്കോളൂ, അവിടെ വെച്ചിട്ട് വിതുരനെ കാണാൻ സാധ്യതയുണ്ട്, ഇന്നിന്ന കാര്യങ്ങളിൽ വിതുരനോട് പറയേണ്ടതുണ്ട് എന്ന് മൈത്രേയനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞേൽപ്പിക്കണേ? ഭഗവാൻ പറഞ്ഞേൽപ്പിക്കുക. ആരോട്? ഉദ്ധവരോട് എന്ന് പറയണം. പിന്നീട് ആ ഉദ്ധവരും വിതുരനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ചോദിച്ചു, വിതുരർ ഇവിടുന്ന് നാട് വിട്ടു പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ വ്യാസപുത്രൻ തന്നെയാണ് വിതുരർ. ആരൊക്കെയാണ് ബ്രദേഴ്സ്? ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരര് അല്ലേ? ധൃതരാഷ്ട്രര് ആരിൽ ജനിച്ചതാണ്? അംബികയിൽ ജനിച്ചതാണ്. കാരണം അംബിക, അംബാലിക എന്ന 3 കുട്ടികളുണ്ടായിരുന്നല്ലോ, കാശിരാജാവിൻ്റെ മക്കള്. അവരെ ബലമായിട്ട് സ്വയംവരത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നു
ഗംഗാദത്തൻ എന്ന ഭീഷ്മർ. കാരണം അദ്ദേഹത്തിന് എതിരിടാൻ ആർക്കും ശക്തിയില്ല, അവരനുസരിച്ചു. അമ്പ എന്തു പറഞ്ഞു അറിയോ, അല്ല അങ്ങിപ്പോൾ പത്നിയാക്കാനാണോ എന്നെയൊക്കെ പിടിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഈ ജന്മം സ്ത്രീകളായിട്ട് സമ്പർക്കം ചെയ്യില്ല എന്ന് ഞാൻ വ്രതം എടുത്തിട്ടുണ്ട്. അല്ല പിന്നെ എന്തിനാണ് ഞങ്ങളെ കൊടുന്ന? അനിയന്മാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു കൂട്ടം പറയാണ്ട് എനിക്ക് എന്തേ, ഞാൻ എന്താ പറയുക, ഒരു താലധ്വജ രാജാവുമായിട്ടൊരു താല്പര്യം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളി എന്നെ നോക്കിയിരുന്നു. അതെങ്ങനെ, അല്ല ഒരു താല്പര്യം അങ്ങോട്ടും തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് മാനസികമായിട്ട് ഇഷ്ടപ്പെട്ടു. അനുവദിച്ചാൽ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കാരണം ഒരു സ്ഥലത്ത് ഇരിക്കുകയും ചെയ്തിട്ട് വേറെ സ്ഥലത്ത് മനസ്സ് വയ്ക്കുന്നത് ഒരു രണ്ടാം തരമാണല്ലോ. കുട്ടി പോയിക്കൊള്ളു, തുറന്നു പറഞ്ഞുവല്ലോ, നന്നായി കേട്ടോ എന്ന് അദ്ദേഹം അനുവാദം കൊടുത്തു. അങ്ങനെ ഈ സ്ത്രീ നേരെ എവിടെ ചെന്നു? അമ്പ താലധ്വജ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. സമയം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കഷ്ടി. രാത്രിയോട് അടുക്കുന്നൊരു സമയത്ത് യൗവനയുക്തമായിട്ടുള്ളൊരു സ്ത്രീ ഏകാഗ്നിയായിട്ട് പോകുന്നുവെങ്കിൽ അത് അത്ര സുഖം പോരാന്ന് തറവാട്ടുകാരെ അത്ര നന്നായിട്ടല്ലാതെ എടുക്കുക. ആരെങ്കിലും തുണയുണ്ടോ നോക്കി. ഒരു കുട്ടിയൊപ്പം പണിഞ്ഞ്, ഇപ്പോൾ കുട്ടിയില്ലെങ്കിൽ പട്ടിയെങ്കിലും വേണം. ഇത് കുട്ടിയില്ല പട്ടിയില്ല, ഒറ്റയ്ക്കാ, എന്താ അത്? അപ്പോൾ വാതിൽ തുറന്ന് അദ്ദേഹം പുറത്തു വന്നു. അപ്പോൾ പറഞ്ഞു, അല്ല നമ്മൾ അവിടെ സ്വയംവര പന്തൽ വെച്ച് അങ്ങ് എന്നെ നോക്കിയിരുന്നുവല്ലോ, അത് കുട്ടി എങ്ങനെയാണ് കണ്ട്? അല്ല ഞാനും നോക്കിയിരിക്കുക. ഇങ്ങനെയാണല്ലോ അല്ലേ, ഒരാൾ നോക്കേണ്ടത് കാരണം മറ്റേ നോക്കുമ്പോഴാണല്ലോ. എന്നിട്ട് ഇപ്പം എന്താ വിശേഷം? അല്ല അങ്ങക്ക് താല്പര്യമുണ്ട് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെയിട്ട് വന്നതാണ്. അപ്പോൾ പറഞ്ഞു, അതേ താല്പര്യം ഉണ്ടായിരുന്നു, മറ്റൊരാൾ കരം ഗ്രഹിച്ചതോടുകൂടിയിട്ട് എന്തായി, ആ താല്പര്യം പോയി അല്ലേ. അന്യ സ്ത്രീകളെ നമ്മൾ പത്നിഭാവത്തിൽ കാണുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നുള്ള കാര്യം ശരിയാണ്. ഇപ്പം പിന്നെ എൻ്റെ അടുത്ത് ആ ഒരു താല്പര്യം പോയി. എന്നാൽ ശരി കേട്ടോ എന്നും പറഞ്ഞ് ഒഴിവാക്കി. ഭഗവാനെ, അപ്പോൾ കൊണ്ടുപോയ രാജഗൃഹത്തിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് ആ ഇഷ്ടം തോന്നിയ ആളുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം സ്വീകരിച്ചില്ല. പിന്നെന്താ, ഈ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലേക്ക് പോയപ്പോൾ അച്ഛൻ കാശിരാജാവ് കണ്ടു. എന്താ ഈ ഇവളിങ്ങനെ ഒറ്റയ്ക്ക് വരണത്, ആരെയും തുണ കാണാനില്ലല്ലോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മുഖം കൊടുത്തില്ല. പത്നിയോട് പറഞ്ഞു, അവൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇപ്പോൾ എന്താണാവോ, എന്തെങ്കിലും കയ്യിലിരിപ്പിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് പോയ ഉടനെ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരിക നല്ല സമ്പ്രദായമല്ലോ, എന്തിനാ വന്ന് ചോദിക്കൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മയോട് രഹസ്യമായിട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, മക്കളുടെ പേരിൽ അഭിമാനിക്കപ്പെടാനാണ് അച്ഛനമ്മമാർ ആഗ്രഹിക്കുക, അവരുടെ പേരിൽ തലകുനിക്കേണ്ടി വരിക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ള നിലയിൽ അധിക നേരം അവളോട് നിൽക്കണ്ട, അവർ എൻ്റെ മുന്നിൽ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് നിശ്ചയില്ല എന്നുള്ള നിലയിലൊക്കെ ആക്ഷേപിച്ചപ്പോൾ എവിടെയും സീറ്റില്ലാണ്ട് ആയപ്പോൾ അവസാനം വനത്തിൽ പോയി തപസ്സിനായിക്കൊണ്ട്. പല ആളുകളുടെയും തപസ് എങ്ങനെ അറിയോ, നിരാശയിൽ നിന്നാണ്. സമൃദ്ധിയുടെ നടുവിൽ നിന്നും എല്ലാ സൗകര്യത്തിൽ നിന്നും ഈശ്വരനിലേക്ക് തിരിയാനുള്ള ഒരു സാഹചര്യം പലർക്കും ഉണ്ടായാലും അത് ഉപയോഗപ്പെടുത്തില്ല. അപൂർവം ചില ആളുകൾ, ഇല്ലാതെയൊന്നുമില്ല. സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനായത് കഥ കേട്ടില്ലേ? അദ്ദേഹം ദാരിദ്ര്യമാണോ, വിഷമമുണ്ടോ? ഒന്നുമില്ലല്ലോ, സമൃദ്ധിയിൽ നിന്നല്ലേ അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ ഒരു വളരെ സുഹൃതികൾക്ക് സാധിക്കൂ. മറ്റൊരുവിധം ആളുകളൊക്കെ എന്താ അറിയോ, ഏത് സന്യാസത്തിൽ പോവുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെയൊക്കെ അടുത്ത് പരിചയപ്പെട്ടാൽ എന്തെങ്കിലും ഒരു ട്രാജഡി ഇതിൻ്റെ പിന്നിലുണ്ടാവും. നിങ്ങളെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് അവർ കഥ ഇങ്ങോട്ട് പറയും. എങ്ങനെയാണ് കഥ? ഏതായാലും ബാക്കിയുള്ളത് അംബിക അംബാലിക അല്ലേ, അമ്പയാണ് പോയി, അംബിക അംബാലിക. അപ്പോൾ ഇതിൽ വിചിത്രവീരൻ ചിത്രാംഗതൻ എന്നുള്ള 2 പേര് വ്യാസനിൽ നേരത്തെ ഉണ്ടായില്ല, സത്യവതിയിലുണ്ടായ സത്യവതി അമ്മയാണ്. അത് നേരത്തെ ശന്തനൂരിൽ ജനിച്ചിട്ടുള്ള 2 മക്കളാണ്. അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതിൽ ചിത്രാംഗതൻ എന്നുള്ള വ്യക്തി ഒരു ഗന്ധർവനുമായിട്ട് ഏറ്റുമുട്ടി മരിച്ചു. ബാക്കി വിചിത്രവീരനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സർവത്ര വർജിയില്ല, അധികമൊന്നും ആവാൻ പാടില്ല. ഭോഗങ്ങൾ, അമിതമായിട്ടുള്ള ഭോഗവും താല്പര്യമായിട്ട് ആത്മബലവും ശരീരത്തിന് ആ ശക്തി ജീവനൊന്നുമില്ലാതെ അദ്ദേഹം ക്ഷയം പിടിച്ചു. രാജേഷ്മാവ് എന്നാണ് പറയുക. പഴയ കാലത്ത് ഈ രോഗത്തിന് ക്ഷയം, രാജേഷ്മാവ്, TB എന്നൊക്കെ പറയില്ല, അങ്ങനെ പിടിച്ച് അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു പോയി. അതിൽ സന്തതികൾ ഉണ്ടായില്ല. അത് വലിയൊരു സങ്കടമായി. പിന്നെ അമ്മ ഇദ്ദേഹത്തിന് വ്യാസഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചു. വ്യാസഭഗവാൻ അത് അറിഞ്ഞു. അദ്ദേഹം വന്നു. എന്താ അമ്മ കാണണമെന്ന് ആഗ്രഹിച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഉണ്ണി, രാജ്യം കുലം മുടിയാണ് കുട്ടിയെ, അന്യം വരികയാണ്. അതുകൊണ്ട് രാജ്യം അന്യം വരാതിരിക്കാനായിക്കൊണ്ട് നമ്മൾക്കൊരു പരമ്പര വേണം. അതിനായിക്കൊണ്ട് സഹോദരപത്നിമാരിൽ അല്ലെങ്കിലും ഗർഭാധാനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മ്ലേച്ഛമായിട്ടുള്ള മൃഗങ്ങൾ ചെയ്യണമായിട്ടുള്ള കർമ്മം ഞാൻ എങ്ങനെ ചെയ്യാമേ? ആപദ്ധർമ്മം എന്നൊരു ധർമ്മമുണ്ട്, അതിൽ നിയമമൊന്നും നോക്കാനില്ല. ഞാൻ പറഞ്ഞിട്ടാണല്ലോ, ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അത് നിന്നെ ബാധിക്കില്ല അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചു. അദ്ദേഹം ചെന്നു. അംബിക നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജടാമുടികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ
ഒരു പ്രാകൃതനായിട്ടുള്ളൊരു സ്വാമി. ഇദ്ദേഹത്തിനെ ഒരു ഭർത്താവായിട്ട് അംഗീകരിക്കാൻ തോന്നിയില്ല. പക്ഷേ എങ്കിലും അമ്മയുടെ പ്രേരണയ്ക്ക് വഴങ്ങിക്കൊണ്ട് അവജ്ഞയോടുകൂടി കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അമ്മ ചോദിച്ചു, ഗർഭാധാനം ഉണ്ടായില്ലേ കുട്ടി? ഒരു നല്ലൊരു സന്തതി നമുക്ക് രാജ്യം നോക്കാനായിട്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവുക ചെയ്യും, കരുത്തനായിട്ടുള്ള കുട്ടി ഉണ്ടാവും. പക്ഷേ കണ്ണുപൊട്ടനായിരിക്കുമ്പോഴും എന്താ അത്, എന്തിനാപ്പോൾ ഇങ്ങനെ ഒരു അനുഗ്രഹം ചെയ്ത്? അത് സൗന്ദര്യാഭിമാനം കൊണ്ട് അവൾ കണ്ണടച്ച് സ്വീകരിച്ചു. അതുകൊണ്ടാണ് വല്ലാത്ത വിഷമമായി. പിന്നെ വഴക്ക് പറയാൻ തോന്നിയില്ല. ചെറിയ കുട്ടിയെ പ്രേരിപ്പിച്ചു അമ്പാലികയെ. അവൾ ഇടത്തേക്ക് പറ്റിയ അബദ്ധം വരണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് സ്വീകരിച്ച ആളും ഉള്ളിലൊരു അറപ്പും വെറുപ്പൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രീതി. അങ്ങനെയാണ്. അതിൽ പാണ്ഡു ജനിച്ചു എന്നാണ്. പാണ്ഡു ഇത് രണ്ടും പറ്റില്ല. ഒന്ന് പാണ്ഡുവായിട്ടും പോയി, ഒന്ന് കണ്ണുപൊട്ടനായിട്ടും പോയി. കരുത്തുണ്ടായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭഗവാൻ. ഇപ്പോൾ രാജ്യത്ത് ഇരിക്കണമെങ്കിൽ അതിനെ ചില രാജ്യം ഭരിക്കാൻ രാജാവിന് ചില അങ്കലങ്ങളുണ്ട്. അംഗവൈകല്യമുള്ള ആളുകൾക്ക് ഇരിക്കാൻ പാടില്ല, നിയമമുണ്ട്. ഇപ്പോൾ കുമാരി പൂജയൊക്കെ ചെയ്യുമ്പോൾ ഇന്ന ലക്ഷണങ്ങൾ തികഞ്ഞ ആളേന്ന്. അപ്പോൾ ഒന്നും വേണ്ട, ബലി ചെയ്യണമെങ്കിൽ പോലും നിയമമുണ്ട് അല്ലേ? രോഗാവസ്ഥയുള്ള ആളിനെ ഒന്നും ബലിയില്ലല്ലോ. തൂക്കിന് വിധിച്ച ആളുകളെ വെയിറ്റൊക്കെ പരിശോധിക്കും അല്ലേ? ആ ബോഡി എന്താ ആഗ്രഹം എന്നൊക്കെ ചോദിക്കും. അത് നിയമമാണെന്ന് പറയാണ്. അപ്പോൾ ഏതായാലും ഇവർ രണ്ടുപേരും കൂടി ഒരു ദാസിയെ പ്രേരിപ്പിച്ചു. ദാസി മനസ്സിലാക്കി. കാരണം ഈ കാണുന്ന രൂപം എന്നത് അദ്ദേഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു കലയാണ്, ഒരിഷ്ടം, അദ്ദേഹത്തിൻ്റെ ലീലയാണ്. ആ സത്യത്തിൽ ഇദ്ദേഹം ഭഗവാൻ വിഷ്ണുവാണ്, ദേവൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ദേവന്മാരെയൊക്കെ ആരാധന ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു സുഹൃതാണ്. ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ദേവബുദ്ധിയോട് കൂടിയിട്ട് ഈ ദാസി സ്ത്രീ അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചു. മനസ്സിൽ എന്നില്ലാത്തൊരു ആഹ്ലാദം ഉണ്ടായി. അനുഗ്രഹിച്ചു. നീതിമാനായിട്ടുള്ളൊരു പുത്രൻ നിനക്ക് ജനിക്കും കേട്ടോ, ധർമ്മനെമാതിരി ഒരു കുട്ടി ജനിക്കുന്നത് അനുഗ്രഹിച്ചു. അതിലാണ് വിതുരരുണ്ടായത് ധർമ്മരാജാവിൻ്റെ പുനരവതാരമായിട്ട് കഥ പറഞ്ഞു. അപ്പോൾ ധർമ്മരാജാവിൻ്റെ പുനരവതാരമായിട്ടൊരു കുട്ടി ജനിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ധർമ്മരാജാവിന് എന്തിനാ ഈ മനുഷ്യനായിട്ട് ജനിക്കേണ്ടി വന്നേ? അതൊരു സ്വാമിയുടെ ശാപമാണ്. ചില ശാപങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് വരും. ഏതു സ്വാമിയുടെ? മാണ്ഡൂകേയൻ എന്ന ഒരു മഹർഷിനെ, മാണ്ഡൂകേയ മഹർഷി. അദ്ദേഹത്തിൻ്റെ ആ ശരീരം, ആ ജീവൻ ശരീരം വിട്ടുപോയി. ഉപരിലോകത്തെത്തിയപ്പോൾ അവിടെ ഈ കണക്ക് നോക്കുന്ന ആളുടെ പേര് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരെന്തെന്നാണ് പറഞ്ഞത്? ചിത്രഗുപ്തൻ അല്ലേ? അദ്ദേഹം അങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഗുണാഗുണങ്ങൾ നോക്കിയിട്ട് വിശകലനം ചെയ്തിട്ടാണ് ഓരോരുത്തർക്ക് ഭാവി കാര്യങ്ങൾ അനുഭവിക്കേണ്ട ലോകങ്ങളിലേക്ക് വിടുക. ഗന്ധർവലോകം, ഇന്ദ്രലോകം, ചന്ദ്രലോകം, പൈശാചിക ലോകം, രാക്ഷസലോകം, പിന്നെ ദേവീ ലോകത്തിന് മണിദ്വീപ് എന്ന് പറയും, ഭഗവാന്റെ ലോകത്തിന് വൈകുണ്ഠം എന്നും പറയും, മറ്റേ അദ്ദേഹത്തിൻ്റെ കൈലാസം, അങ്ങനെ ഒരുപാട് ലോകങ്ങൾ, നക്ഷത്ര ലോകങ്ങളുണ്ട്. ഇതിൽ എവിടേക്ക് വിടണം എന്ന് ആലോചിച്ചപ്പോൾ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു കണക്ക് അതിൽ എഴുതിയില്ല. അദ്ദേഹം സുഹൃതിയാണ്, വലിയ കേമനായിട്ടുള്ള ആളാണ്, മഹാത്മാവാണ്, അനേകം ശിഷ്യന്മാരൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് ദുരിതമനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടല്ലോ. ഇങ്ങനെയൊരു കേമനായിട്ടുള്ള ആളുകൾക്ക് എന്താ ഈ ദുരിതമനുഭവിക്കാനുള്ള യോഗം? വീണ്ടും ആ കമ്പ്യൂട്ടറൊക്കെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ അതിൽ മോണിറ്ററിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. എന്താ അറിയോ? ചെറുപ്പത്തിൽ ഈ കുട്ടിക്കളി കളിക്കുന്ന കൂട്ടത്തിൽ ഈർക്കലുണ്ടല്ലോ, തെങ്ങിൻ്റെ, അതിന് ഈർക്കൽ തന്നെയല്ലേ പറയുക? അതങ്ങനെ മൂർച്ച കൂട്ടിയിട്ട് ഇങ്ങനെ അമ്പുമാതിരി ആക്കിയിട്ട് എന്താ ചെയ്യണറിയോ? പൊട്ടക്കുളത്തുനിന്ന് തവളേനെയും മീനിനെയും പിടിച്ച് അതിൽ കോർക്കുക. ഇങ്ങനത്തെ ആളുകൾ നടക്കുന്ന വഴിയിൽ ചതിക്കുഴി കുത്തുക. എന്നിട്ട് അങ്ങനെ ചെറിയ കുട്ടികളിൽ ഓരോ വിളവുകളാണ് അല്ലേ? വലിയൊരു നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ കുഴി കുത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ചപ്പൊക്കെ വെച്ച് മൂടിയിട്ട് അടിയിൽ വല്ല മുള്ളോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഇടും. എന്നിട്ട് അവർ പെട്ട് കഴിഞ്ഞാൽ ചിരിക്കുക. ഇതൊരു രസമാണ്. ഇപ്പം സൈക്കിളിൻ്റെ കാലത്ത് ചില മിടുക്കന്മാർ എന്താ ചെയ്യാറിയോ? സൈക്കിൾ ട്യൂബിലെ കാറ്റ് ഊതി വിടും. എത്ര വിഷമിക്കണമല്ലേ? പക്ഷേ അനുഭവിക്കണമുള്ള വിഷമം കുട്ടികൾക്കതൊരു രസമാണ്. ഇതേമാതിരിയുള്ള ഗോഷ്ഠികളൊക്കെ ചെറുപ്പത്തിൽ ഗുരുത്തക്കേട് കുറച്ച് ചെയ്തിട്ടുണ്ട് ഈ കുട്ടി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവന് കുറേ ദുരിതം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നരകത്തിലേക്കൊന്ന് പോകണം, പിന്നെ സുഹൃത ലോകത്തേക്ക് പോവാം. ഇതാണ് വിധി. അപ്പോൾ ചിത്രകൂപ്തൻ പറഞ്ഞു, തിരുമനസ്സേ ഒന്നും തോന്നരുത് കേട്ടോ, ഒന്ന് നരകത്തു കൂടെ ഒന്ന് കയറി ഇറങ്ങേണ്ടത്. ഞാനോ നരകത്തിലേക്കോ? എന്താ ആവശ്യം? അല്ല, അതിപ്പോൾ ഇവിടെ ദൃഷ്ടാന്തം ഇവിടെ എങ്ങനെയാണ് കാണുന്നത്, ഒന്ന് നോക്കിക്കോളൂ എന്നോട് കമ്പ്യൂട്ടർ കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ ഈ ചെറുപ്പത്തിൽ ചെയ്യണ കൊള്ളരുതായ്മകളും കാര്യങ്ങളും, കുട്ടികളുടെ വെള്ളക്കൊപ്പായിട്ട് വന്നതിലും മഷികൊടി, അങ്ങനെയുള്ള ഗുരുത്തക്കേടുകളൊക്കെ ചെയ്യണതേ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് ശപിച്ചുമല്ലോ, മനുഷ്യലോകത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചൊരു ശാപം കൊടുത്തു. എന്താണെന്നറിയോ? താൻ മനുഷ്യലോകത്തിൽ പോയി പിറക്കാൻ ഇടവരുത്തിയെന്ന് ധർമ്മരാജാവിന് ശാപം കൊടുത്തു മാണ്ഡൂകേയ മഹർഷി. ആ ധർമ്മരാജാവാണ് വിതുരനായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നിട്ട്. പക്ഷെ അന്ന് മുതൽക്ക് അവിടെ ഒരു ക്ലോസ് വെച്ചു കേട്ടോ. എന്താ അറിയോ? 10 വയസ്സ് വരെ
കുട്ടികൾ ചെയ്യുന്ന ഗുരുത്തകേടുകൾക്കും കുസൃതികൾക്കൊന്നും പാപം ഇല്ല. അച്ഛനും അമ്മയും അനുഭവിച്ചാൽ മതി, കുട്ടികളെ ബാധിക്കില്ല. എത്ര വയസ്സ് വരെ? 10 വയസ്സ് വരെ. എന്താ അതിൻ്റെ യുക്തി? കാരണം പക്വത എത്തുന്നവരെ തൻ്റെ ചിറകിൻ്റെ അടിയിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് സ്നേഹത്തോടെ കുട്ടികളെ മറ്റുള്ള ആളുകൾ കൗതുകത്തോടുകൂടി താലോലിക്കുന്ന വിധത്തിൽ വളർത്തിയെടുക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? അത്രയേ ഉള്ളൂ ഇതിൻ്റെ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. അക്ഷശ്ലോകത്തിന് മത്സരത്തിന് കൂടിയപ്പോൾ അമ്മ നമുക്കൊരു ശ്ലോകം പറഞ്ഞു തന്നു ചെറുപ്പത്തിൽ കേട്ടോ. അപ്പോൾ 2-3 വർഷം ഒന്നാം പ്രൈസ് കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ അറിയാതെ ഒരു കുനിയൽ, ഒരു അഹങ്കാരം വന്നു. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ പറക്കണ കാക്കിയും കൂടി വേണം, അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട, അത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഈ പറക്കണ കാക്കിയും കൊണ്ട് എന്താ അപ്പം നമുക്ക് കാര്യമൊന്നും ഒരു സംശയം വന്നു. അപ്പോഴാണ് അതിൻ്റെ ആൻസർ കിട്ടിയത്. എന്തറിയോ? 5 കാഷ്ടങ്ങൾ കേമെന്ന് പറയും. ഏതൊക്കെ അറിയോ? ഉച്ഛിഷ്ടം, ശിവനിർമാല്യം, കാകവിഷ്ടാച്ച കർപ്പട, വമനം ച മഹാരാജൻ, പഞ്ചൈതേതി പവിത്രത. 5 എണ്ണം പവിത്രം. ഏതൊക്കെയാണ്? ഉച്ഛിഷ്ടം. ഏത് ഉച്ഛിഷ്ട പവിത്രം അറിയോ? ഏത് വിശേഷ കർമ്മം ചെയ്യണമെങ്കിൽ പഞ്ചവ്യം ഉണ്ടാക്കണം അല്ലേ? നവകം പഞ്ചവ്യം എന്നല്ലേ പറയാ. ഈ പഞ്ചവ്യത്തിന് എന്താ? പശുവിൻ്റെ 5 വിഭവങ്ങൾ അടുക്കുക, ശരിയല്ലേ? 7 മണിക്ക് പോയിട്ട് പശു പ്ലീസ് എന്ന് പറഞ്ഞാൽ പാല് വരുമോ? ഇല്ല. അപ്പം എന്താ ചെയ്യുക? നന്നായിട്ടൊരു ചട്ടിയൊക്കെ കഴുകിയെടുത്ത്, ഇല്ലെങ്കിൽ ഒരു ബക്കറ്റ് കഴുകിയെടുത്ത് അതിലിത്തിരി വെള്ളം കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കിഴക്കും, എന്നാലും പാല് കിട്ടില്ല. അപ്പോൾ സൂത്രശാലികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? കുട്ടിയെ കൊണ്ടുവരും, വത്സ അല്ലേ? കുട്ടിയെ കൊടുത്തിട്ട് ഒന്നിങ്ങനെ കെട്ടഴിച്ച് വിട്ടാൽ എന്തായി? അമ്മടുത്ത് പോയിട്ട് ഇങ്ങനെ തിരിപ്പിച്ചൊന്ന് വീട്ടിലൊക്കെ 2 മുട്ടിയിട്ട് അമ്മേന്നൊന്ന് ഇങ്ങനെ മേന്ന് പറഞ്ഞിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്തായി? പാല് ചുരത്താൻ തുടങ്ങും. പിന്നെ ഉടനെ കുട്ടിയെ മാറ്റിയിട്ട് ബക്കറ്റിലേക്ക് കറക്കുകയായി അല്ലേ? ഇതാണല്ലോ. അപ്പോൾ ബലത്തിൽ ഉച്ഛിഷ്ടായില്ലേ? പിന്നെ ശിവനിർമാല്യം, ഭഗവാന്റെ നിർമാല്യം, അത് പവിത്രമാണ്. കാകവിഷ്ട, കാക്കക്കാഷ്ടം. കാക്കക്കാഷ്ടം എങ്ങനെയാണ് പവിത്രമാണെന്നറിയോ? ആൽമരം കണ്ടിട്ടുണ്ടല്ലോ? ആലിൻ്റെ ഈ കായ എത്രയുണ്ട്? മുന്തിരിയുടെ വലിപ്പമേ ഉള്ളൂ അല്ലേ? ആ മുന്തിരി വലിപ്പത്തിലുള്ള ആലിൻ്റെ കായ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്ര 100 കണക്കിന് വിത്തുകളല്ലേ അതിലുള്ളത് അല്ലേ? ഒരു ഇതിൽ തന്നെ 1000-ഓളം വിത്തുകളുണ്ടാവും അല്ലേ? അപ്പുറം ഉണ്ടാവുമോ സംശയം. എത്ര മണിയായിട്ട്. പക്ഷേ ഇത് കൊത്തി വിഴുകുന്ന കാക്ക ഇതെവിടെയെങ്കിലും പോയി കാഷ്ടിക്കണം. അങ്ങനെ ആ കാഷ്ടത്തിലൂടെയാണ് ആല് മുളയ്ക്കുന്നത്. കെട്ടിടത്തിൻ്റെ ചുവട്ടിലും അല്ലേ, കെട്ടിടത്തിൻ്റെ മറ്റേ മതിലിലൊക്കെ പറ്റി പിടിച്ചിട്ടൊക്കെ ആല് വളർന്ന് കണ്ടിട്ടില്ലേ? അതെന്താ? ഈ കാക്ക കാട്ടിട്ടാ അങ്ങനെ മുളച്ചു പൊന്തുക ചെയ്യുക ഈ സാധനം. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ കാകവിഷ്ട, കാക്ക എന്നത് വളരെ കേമമായിട്ടുള്ള സഹായം ചെയ്യുന്നൊരു പക്ഷിയാണ്. കർപ്പട എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ, അതും ഒരു സാധനയുടെ ഭാഗമാണ്. പിന്നെ വമനം, ഒരു ഛർദി, അത് പവിത്രമാണ്. ആരുടെ ഛർദിയാണ് പവിത്രമാകുന്നത്? തേനീച്ചയുടെ ഛർദി. ഈച്ചയും തേനീച്ചയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മഹാത്മാക്കൾ പറയാറുണ്ട്. ഈച്ചയും തേനീച്ചയും എന്താ തമ്മിലുള്ള വ്യത്യാസം? ഈച്ച എല്ലാത്തിലും പോകും, തേനീച്ച തേനുള്ള പുഷ്പങ്ങളിൽ മാത്രമേ പോവുള്ളൂ, തേന് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ വേണ്ടത് മാത്രം സ്വീകരിക്കുക, മറ്റേ രീതിയിൽ പോകാതിരിക്കുക, അതാണ് അതിൻ്റെ ഭാഗം. അങ്ങനെ പഞ്ചഭാവങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ബോധത്തെ കൊടുക്കാനുള്ള ബാധ്യത അവിടെ നമ്മൾ തുടങ്ങി വന്നത് അച്ഛനമ്മമാർക്കുണ്ട് എന്ന് പറയണം. സാത്വികമായിട്ടുള്ള ആഹാരം കൊടുത്തിട്ട് ഗുണപാഠങ്ങൾ അടങ്ങുന്ന കഥകൾ പറഞ്ഞു കൊടുക്കണം. ശിബി ചക്രവർത്തി സ്കൂളിൽ ആദ്യം പഠിക്കുമ്പോണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണത്. എന്താ ശിബി ചക്രവർത്തി പ്രത്യേകത? തന്നെ ആശ്രയിച്ചിട്ടുള്ള ഒരു പ്രാവിനെ ആക്രമിക്കാൻ വന്നിട്ടുള്ള ഗരുഡനിൽ നിന്ന് രക്ഷിക്കാനായിക്കൊണ്ട് അതിൻ്റെ അത്രയും ഭാരം മാംസം ഇല്ലേ, മനസ്സിലായി? ആ കഥ ഓർമ്മ വരില്ലേ? സ്വന്തം ശരീരത്തിൽ നിന്ന് അറുത്തെടുത്തു. എന്താ കാര്യം? രാജാവിൻ്റെ ബാധ്യതയാണ്. കാരണം ആരൊരാൾ തന്നെ ആശ്രയിച്ചോ അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുക എന്നത് രാജാവിൻ്റെ ബാധ്യതയാണ്. അത്യാഗ്രഹം വലിയ ആപത്തുണ്ടാക്കും. പിന്നെയോ ആലോചനയില്ലാത്ത പ്രവൃത്തി അപകടം ഉണ്ടാക്കും. അതിനെന്താ കഥ പറഞ്ഞിരുന്നത്? കീരിയെ കൊന്ന ബ്രാഹ്മണിയുടെ കഥ കേട്ടിട്ടില്ലേ? ഇതൊക്കെ കേട്ടിട്ടില്ലേ? പഞ്ചതന്ത്ര കഥകൾ കേട്ടിട്ടില്ലേ? ഒരു വീട്ടിലൊരു ബ്രാഹ്മൺ കുടുംബത്തിലൊരു അമ്മ ഒരു കീരിയെ വളർത്തിയിട്ടുണ്ടായിരുന്നു. തല്ലി തിരുമ്പാൻ വേണ്ടിയിട്ട് പ്രമോദ കേട്ടിട്ടില്ലേ? തല്ലി തിരുമ്പാനായിട്ട് ഈ അമ്മ നദിയിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ഈ കീരിയുടെ വായിൽ ചോര.
അപ്പോൾ ഇവർക്ക് അത്ഭുതമായി, ഭഗവാനെ എൻ്റെ കുട്ടിയെ തകരാറാക്കി മഹാഭാവി എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ടിട്ട് അതിനെ ഉടച്ചു കൊന്നു. അപ്പോൾ വീട്ടിൽ മുറിയിൽ വന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്താ? ആ പാമ്പിനെ കടിച്ച്. അപ്പോൾ കുട്ടിയെ ആക്രമിക്കാൻ വന്ന പാമ്പിൽ നിന്ന് രക്ഷിക്കാനായിക്കൊണ്ട് തൻ്റെ പൊന്നോമനയായിട്ട് വളർത്തിയ കീരിയെ ഈ അമ്മ കൊന്നു. അപ്പോൾ ആലോചനയില്ലാത്ത പ്രവൃത്തി അപകടമല്ലേ ഉണ്ടാക്കിയത്? ഇങ്ങനെ ഗുണാംശങ്ങൾ അടങ്ങുന്ന എത്രയോ കഥകൾ നമുക്കുണ്ട് ആചാര്യന്മാർ പറഞ്ഞു തന്നത്. സീതാദേവിയുടെ അതിമോഹല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? ആവശ്യമില്ലാത്തതിൽ ഭ്രമിക്കാൻ പാടുണ്ടോ? അല്ലേ? ഭർത്താവേ കണ്ടീലയോ കനകമയമൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം, രാമായണത്തിലൊരു ഭാഗമാണ് അല്ലേ? മാരീചൻ മാനായിട്ട് വന്നപ്പോൾ അങ്ങനെയുള്ള സാരാംശങ്ങൾ അടങ്ങുന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മക്കളെ ഒരു തലത്തിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത ഉയരുന്നതുവരെ ആർക്കുണ്ട്? അച്ഛനമ്മമാർക്കുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കൊള്ളരുതായ്മയുടെ പാപങ്ങൾ മുഴുവൻ ആരിൽ വന്ന് ചേരണോ? അച്ഛനമ്മമാരിൽ വന്ന് ചേരുന്നു, സംശയമില്ല. അതിന് സാത്വികമായിട്ടുള്ള ആഹാരം കൊടുക്കണം. അടുത്ത കാലത്ത് പറഞ്ഞാൽ വിഷമമാണ്, പക്ഷേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചില ഉദാഹരണം പറയാം. എറണാകുളം ഭാഗത്ത് ഒരു കൊച്ചു പയ്യൻ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പയ്യൻ വേണ്ടാത്ത വിഷയങ്ങളൊക്കെ അമ്മയുടെ കുളിമുറിയിലത്തെ രംഗങ്ങളൊക്കെ എടുത്തിട്ട് മൊബൈലില്ലേ, ആ വാർത്ത വന്നില്ലേ, പത്രത്തിലൂടെ ഒക്കെ കണ്ടതില്ലേ? അതെ. എന്താ സംഭവം? അവസാനം പോലീസുകാർ കേസ് അവിടേക്ക് എത്തി. പോലീസുകാർ അന്വേഷിച്ചപ്പോൾ സ്വന്തം മകനാണ് ഈ പോകണക്കെട്ട് ചെയ്തിരിക്കണത്. അതെ. അപ്പോൾ ഇവനെ അവരൊന്ന് ശരിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ്റെ ആഹാരരീതികളും അവൻ്റെ ചെയ്തികളും രീതികളും ഒക്കെ പഠിച്ചപ്പോൾ അമ്മ പറയുകയാണ്, ചെക്കന് ചിക്കൻ ഇല്ലാണ്ട് ഇറങ്ങില്ല പറഞ്ഞു. അപ്പോൾ ഈ ചെക്കന് ചിക്കൻ കൊടുത്തിട്ട് എന്തായി? ചിക്കൻ്റെ ശീലമായി. മനസ്സിലായില്ലേ? അതിന് ഗൗരവം മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഏതു തരം ആഹാരമാണോ കഴിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിയുമാണ് അവരിൽ പ്രകാശിക്കുക. ഹോർമോൺ കൂടുന്നു, ചിന്താശക്തി നഷ്ടപ്പെടുന്നു. പിന്നെയോ ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുന്നു, ഉണരേണ്ട സമയത്ത് ഉറങ്ങുകയും ചെയ്യുന്നു. വിദ്യാഗ്രന്ഥി, അതിനെന്താ പറയുക? മെഡില്ല ഒബ്ലാങ്ങേട്ട എന്നാണ്. മെഡില്ല ഒബ്ലാങ്ങേട്ട. ഇത് പ്രവർത്തനക്ഷമമാകുന്ന സമയമെന്നത് ബ്രാഹ്മമുഹൂർത്തം. രാവിലെ 6 മണി കഴിഞ്ഞാൽ പുള്ളി ഡ്യൂട്ടി നിർത്തി പോവും. 6 മണി വരെയുള്ള സമയമാണ് ഇതിനനുഭവിച്ച സമയം. ഈ സമയത്ത് എന്താ ചെയ്യണം? അധികം ആളുകൾ ഉറങ്ങണം. 8 മണിക്ക് ശേഷമാണ് എണീക്കണത്. അപ്പോൾ സാത്വിക രാജസ താമസം 3 മുഹൂർത്തങ്ങളുണ്ട്. ഏതൊക്കെയാണ്, ഏതൊക്കെ പണികളാണ് ഏത് സമയത്ത് ചെയ്യേണ്ടത് എന്നും കൂടി നമുക്ക് പറയാനിരിക്കുന്നു. അത് അടുത്ത അധ്യായങ്ങളിൽ പറയാം. പക്ഷെ അത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ചെറിയൊരു ക്ഷീണത്തിൻ്റെ മാറ്റത്തിനായിക്കൊണ്ട് ഏത് തരം ഉപാസനയെ നമുക്ക് ചെയ്യേണ്ടത്? 4 മണിക്ക് എന്ത് ഉപാസനയെ ചെയ്യുക? യാദേവി സർവബോധേഷോ ഛായാരൂപേണ സംസ്ഥിത നമസ്സേ 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 നമോ നമ. ആ ഛായാഭാവത്തിലുള്ള ദേവിയെ ഉപാസിച്ച് വന്നിട്ട് ബാക്കി കഥയിലേക്ക് കടക്കാം. വീണ്ടും എൻ്റെ കണ്ണട പറ്റിക്കുമോ എന്നറിയില്ല. അത് കൂടെ നോക്കുമ്പോൾ പിന്നെയും കുറച്ച് ഒഴിഞ്ഞ കസേരയാണോ ഉണ്ടാവുക ചോദിച്ചാൽ എനിക്ക് നിശ്ചയമില്ല. ഏതായാലും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.